ഒരു 50 വയസ്സായ പുരുഷന്മാരിൽ സാധാരണ കാണപ്പെടുന്ന പ്രശ്നങ്ങളാണ് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ. ഇതിൻ്റെ കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരിക, അതിന് സാധാരണ ഒരു 50 വയസ്സായി കഴിഞ്ഞാൽ 45-50 വയസ്സ് കഴിഞ്ഞാൽ അത് ആരംഭിക്കുകയായി. അതെല്ലാ പുരുഷന്മാരിലും ഒരു പരിധി വരെ തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം 30 വയസ്സ് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ അളവ് മെല്ലെ കുറഞ്ഞു 1% വെച്ച് കുറഞ്ഞു വരുന്നു. അങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അല്പം വീക്കം വരുന്നു. അതുകൊണ്ട് മൂത്രക്കുഴലുകൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ളിൽ കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഉള്ളിൽ കൂടി പോകുന്ന ആ കുഴലുകളെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് അമർത്തപ്പെടുന്നു. അപ്പോൾ എന്തെല്ലാം ലക്ഷണങ്ങളാണ് സാധാരണ കണ്ടുവരുന്നത്? ഒരു ദിവസം 2, 3 അല്ലെങ്കിൽ 5, 6 തവണ മൂത്രം ഒഴിക്കുന്ന ആൾ 8, 10 തവണ മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുക. അത് ആദ്യത്തെ ലക്ഷണമാണ്. ഇനി മൂത്രം ഒഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം പോയി പോകുന്ന ഒരവസ്ഥ, അതായത് അടിവസ്ത്രം നനയുന്ന ഒരവസ്ഥ വരിക. ഇനി മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടാതെ വരിക. എന്ന് പറഞ്ഞാൽ ബാത്റൂം വരെ എത്തില്ല, അതിനിപ്പുറം മൂത്രം പോകും. ഇനി രാത്രിയിൽ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോകേണ്ടി വരിക. അതുകൂടാതെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രസംബന്ധമായിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ വേദനയുള്ള പോലെ തോന്നുക, ഇതൊക്കെ തോന്നലുകളാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ ചിലർക്ക് കാണാറുണ്ട്. ഇനി മൂത്രത്തിൻ്റെ സ്പീഡ്, അതായത് മൂത്രം ഒഴിക്കുന്നത് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നതിൻ്റെ സ്പീഡ് കുറയുക. ഒരിക്കൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പോയിട്ടില്ല, പരിപൂർണമായിട്ടില്ല, അല്പം കൂടി മൂത്രം ബാക്കിയുണ്ടെന്ന് കരുതി വീണ്ടും മൂത്രം ഒഴിക്കേണ്ടി വരിക. ഒരു 5, 6 തുള്ളി വീണ്ടും ഒഴിക്കുക. ഇത്തരം കാര്യങ്ങളാണ് പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളിൽ. അപ്പോൾ ഇത് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ കൊണ്ടാണോ അതെയോ പ്രോസ്റ്റേറ്റിൻ്റെ വെറും വീക്കം കൊണ്ടാണോ വരുന്നത്? വെറും വീക്കത്തെ നമ്മൾ BPH എന്നാണ് പറയുന്നത്, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. ഓക്കെ, പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതിനകത്ത് ഇത് പ്രോസ്റ്റേറ്റിൻ്റെ അവിടെ അർബുദം ബാധിച്ചിരിക്കുന്നു, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. BPH എന്ന് പറയുന്നത് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, അത് അവിടെ തന്നെയുള്ള സാധനമാണ്, അത് ക്യാൻസർ അല്ല, ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുമല്ല. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ക്യാൻസറായി മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രം. പ്രോസ്റ്റേറ്റ് വീക്കം വരിക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ പുരുഷന്മാരിലും ഒരു പ്രായപരിധി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ക്യാൻസർ അങ്ങനെയല്ല, വളരെ അപൂർവ ആൾക്കാരിലാണ് കാണപ്പെടുന്നത്. അതിനും ജനിതകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റിപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കത്തെക്കുറിച്ചും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനെ കുറിച്ചും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിന് അതിന് കുറച്ചൊക്കെ ജനിതകമായിട്ടുള്ള ഘടകമുണ്ട്. ഇതുകൂടാതെ തന്നെ ചില മെഡിക്കൽ ഷോപ്പിൽ നിന്നും മറ്റും ചില വ്യക്തികൾ, അത് വിദ്യാഭ്യാസമുള്ളവരാണ് ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് വിദ്യാഭ്യാസമുള്ളവർ ചെയ്യുന്നത് തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ലൈംഗിക ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഗുളിക വാങ്ങിക്കഴിക്കുക. ഈ ടെസ്റ്റോസ്റ്ററോൺ ഗുളിക എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് നൽകേണ്ട ഗുളികയാണ്. ഇത് പ്രിസ്ക്രൈബ് ചെയ്യാതെ തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഗുളിക വാങ്ങിക്കഴിക്കുക. അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അർബുദം ബാധിക്കുവാനുള്ള സാധ്യത 10 മടങ്ങാണ്. അതുകൊണ്ട് ഇത്തരം സെൽഫ് മെഡിക്കേഷൻ, സ്വയം ചികിത്സ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് BPHയിലേക്ക് വരാം. BPH എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിന് വീക്കമുണ്ടാകുന്നത്. ഞാൻ സൂചിപ്പിച്ചു, അതൊരു സ്വാഭാവിക പ്രവർത്തനം മാത്രമാണ്, ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനം മാത്രമാണ്. എന്നിരുന്നാലും അതിന് നമുക്ക് ഏതെങ്കിലും ആഹാര രീതിയിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൂടിയോ നിയന്ത്രിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ഏറ്റവും നല്ല ആഹാര പദാർത്ഥങ്ങൾ ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ സംസ്കരിച്ചതല്ല എന്ന് പറഞ്ഞാൽ തവിടുള്ള ധാന്യങ്ങൾ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തക്കാളി നല്ലതാണ്, ഗ്രീൻ ടീ നല്ലതാണ്. പിന്നെ മത്തി പോലെയുള്ള മത്സ്യങ്ങൾ, അതായത് omega-3 ഫാറ്റി ആസിഡുള്ള മത്സ്യം നല്ലതാണ്. ഇത്തരം ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കത്തെ തടസ്സപ്പെടുത്തുവാൻ കഴിയും. വീക്കം ഉണ്ടാകാതിരിക്കുവാനുള്ള കാര്യങ്ങളിലേക്ക് അതിനെ ഈ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അടുത്തതായി ചോദിക്കുന്നത് മാംസം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തെ ബാധിക്കുമെന്നുള്ള മാംസം കഴിക്കുകയാണെങ്കിൽ
അതായത് ബീഫ് പോലെയുള്ള മാംസം നല്ലതല്ല, എന്നാൽ കോഴി അതുപോലെ തന്നെ ആ രീതിയിലുള്ള മാംസം വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ബീഫ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഏത് ആഹാരം കഴിച്ചാലാണ് കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടാകുന്നത്? അതായത് നമ്മൾ സംസ്കരിച്ച മാംസം, അതായത് ടിന്നിലൊക്കെ വരുന്ന മാംസം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടാക്കാറുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ അത് ദോഷമായി ബാധിക്കാറുണ്ട്. പിന്നെ കാപ്പി നല്ലതല്ല, അതുപോലെ തന്നെ മദ്യപാനം നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാപ്പി കൂടുതൽ കഴിക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിന് തകരാറുണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, പാല് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിന് ഗുണം ചെയ്യുമോ? പാല് പ്രോസ്റ്റേറ്റിന് ഗുണം ചെയ്യുകയല്ല, ദോഷമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആഹാര രീതിയിൽ നമുക്കൊരു നിയന്ത്രണം വരുത്തുവാൻ കഴിയും. പിന്നെ അടുത്തതായിട്ട് ഇനി പ്രോസ്റ്റേറ്റ് ഒരാൾക്കുണ്ടോ എന്നുള്ളതിന് നമ്മൾ എന്തെല്ലാം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ മലദ്വാരത്തിൽ വിരൽ കടത്തി ഡോക്ടർമാർ ഒരു പരിശോധന നടത്താറുണ്ട്. അതായത് റെക്ടൽ എക്സാമിനേഷൻ എന്നാണത് പറയുക. അതുവഴിക്ക് പ്രോസ്റ്റേറ്റിന് വീക്കമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PSA എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. അത് രക്തപരിശോധനയാണ്. ആ രക്തപരിശോധന വഴിക്കും നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഒരു വ്യക്തിക്ക് പ്രോസ്റ്റേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം മൂത്രത്തിൻ്റെ തടസ്സങ്ങൾ മാത്രമല്ല ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ലൈംഗികമായിട്ട് ശേഷിക്കുറവിലേക്ക് പോകും. ശീഘ്രസ്ഖലനം വളരെ അപൂർവമായിട്ട് അങ്ങനെ കാണപ്പെടുന്നുണ്ട്. ഇത്തരം ലൈംഗിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പ്രോസ്റ്റേറ്റുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കവും വന്നു, ലൈംഗിക പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ചില പ്രത്യേക ഗുളികകൾ ഡോക്ടർമാർ നൽകാറുണ്ട്. ടഡലാഫിൽ ഗണത്തിൽപ്പെട്ട ഗുളികകളാണ് അത് നൽകാറുള്ളത്. ഇത് രണ്ടിനും ഗുണം ചെയ്യും. പ്രോസ്റ്റേറ്റിനും ഗുണം ചെയ്യും, ലൈംഗിക പ്രശ്നങ്ങൾക്കും ഗുണം ചെയ്യും. അപ്പോൾ പ്രോസ്റ്റേറ്റ് വരുന്നു എന്നുള്ളത് കൊണ്ട് നേരെ പോയിട്ട് ഈ ടഡലാഫിൽ വാങ്ങി കഴിക്കുകയല്ല ചെയ്യേണ്ടത്. അതെന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. പ്രോസ്റ്റേറ്റിൻ്റെ സാധാരണ വീക്കം കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അർബുദമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. രണ്ടും ഒരേ രീതിയിലുള്ള ലക്ഷണങ്ങളാണുള്ളത്. അത്തരം ലക്ഷണങ്ങൾ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നാം BPH ആണെന്ന് കരുതി ചികിത്സയ്ക്ക് വിധേയമാകാതിരിക്കുകയാണെങ്കിൽ അത് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്ന് ഒട്ടും മൂത്രം പോകാത്ത ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടാറുണ്ട്. അത്തരം അവസ്ഥയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സർജറി വഴിക്ക് ചികിത്സ, അതായത് ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനകത്തുകൂടി വരുന്ന ഞരമ്പുകൾ മുറിഞ്ഞു പോകും. അപ്പോൾ ലൈംഗിക ശേഷി തീരെ ഇല്ലാതെയാവുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടാകാറുണ്ട്. നാം മനസ്സിലാക്കേണ്ട കാര്യം, തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ അത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലേക്ക് അത് പോവുകയില്ല. അതിനുവേണ്ടിയാണ് ഇത് തുടങ്ങുന്ന ഉടനെ തന്നെ ചികിത്സയിലേക്ക് വരണമെന്നുള്ളത് പറയുന്നത്. എന്നാൽ ഇന്ന് എംബോളിസം എന്ന് പറയുന്ന എംബോളിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എംബോളിസം വഴിക്ക്, അതായത് നമ്മുടെ രക്തക്കുഴലിൽ കൂടി ഇതിനെ കടത്തി വിട്ടിട്ട്, ഒരു കത്തീറ്റർ കടത്തി വിട്ടിട്ട് അവിടെ എംബോളൈസ് ചെയ്യുക. എംബോളൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്കുള്ള രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ തടസ്സപ്പെടുത്തുന്നതോടുകൂടി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയുന്ന ഒരവസ്ഥ വരും. അതുവഴിക്ക് സാധാരണ രീതിയിൽ നല്ല രീതിയിൽ മൂത്രം പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അത് പല ആസ്പത്രികളിലും ഇന്ന് ചെയ്തു വരുന്നുണ്ട്. ഇനി അതുകൂടാതെ പ്രോസ്റ്റേറ്റിന് ഗ്രന്ഥിക്ക് വീക്കം വന്നു കഴിഞ്ഞാൽ നിരന്തരം കഴിക്കേണ്ട ചില ഗുളികകളുണ്ട്. അത്തരം ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ, ആൽഫ ബ്ലോക്കേഴ്സ് മുതലായ ഗുളികകളാണ്, അത്തരം ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ അത് ലൈംഗിക ശേഷിയെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഗുളികകളുടെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കാറുണ്ട്. ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്താതെ ഈ ഗുളികകൾ കഴിക്കുക. അതോടൊപ്പം തന്നെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ശേഷിക്കുറവിനുള്ള ചികിത്സ നൽകുക. ഇതാണ് അവിടെ ചെയ്യേണ്ടതുള്ളത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വന്നു കഴിഞ്ഞാൽ, അഥവാ മൂത്രം പോകുന്നതിന് തടസ്സം വന്നാൽ മൂത്രസഞ്ചിയിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് മൂത്രം ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും, അതായത് ഇത്തരം വീക്കമുള്ള വ്യക്തികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വേദനയോ മറ്റോ വരികയാണെങ്കിൽ മൂത്രം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അണുബാധ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് ചികിത്സ നൽകേണ്ടതുണ്ട്. ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ വീണ്ടും പ്രശ്നം വരും, മൂത്രം കൂടുതൽ പോകാത്തൊരു പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും അവിടെ ഏറ്റവും നല്ലത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഒരിക്കൽ വീക്കം വന്നു കഴിഞ്ഞാൽ നാം അതിന് ഗുളികകൾ കഴിക്കാതെ ഏതെങ്കിലും വ്യായാമം വഴിക്കോ മറ്റോ ചികിത്സിക്കാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. വ്യായാമം ചെയ്യുന്ന കീഗൽ എക്സസൈസ്, അങ്ങനെയുള്ള എക്സസൈസൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നിരുന്നാൽ കൂടി
ഇതിന് ചികിത്സ മരുന്ന് നൽകാതെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൂടിക്കൂടി വരും. അങ്ങനെ വീക്കം കൂടിക്കൂടി വരുന്നതോടുകൂടി മൂത്രം പോകുന്നതിൻ്റെ തടസ്സം കൂടും, അണുബാധകൾ ഉണ്ടാവും. മാത്രമല്ല ലൈംഗികമായിട്ടുള്ള ശേഷി തകരാറിലേക്ക് പോവുകയും ചെയ്യും. എല്ലാ പ്രോസ്റ്റേറ്റ് രോഗമുള്ള വ്യക്തികൾക്കും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവുണ്ടാകുന്നതിന് പല രീതിയിലുള്ള കാരണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതായത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറയുന്നത്. അവിടെ വീക്കം വരുമ്പോൾ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഇതൊക്കെയാണ് അവിടെ കാണപ്പെടുന്ന കാര്യങ്ങൾ. ഒരു കാര്യം പറയട്ടെ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള വീക്കം തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ, അതായത് അറിയപ്പെടുന്ന ആ അവസ്ഥയിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വളരെയധികം ഗുണങ്ങൾ ലഭിക്കും. അതിന് വളർച്ച കൂടുതൽ ഉണ്ടാകാതിരിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. മത്തങ്ങാക്കുരു ഇതിന് നല്ലൊരു ഔഷധമാണെന്ന് പറഞ്ഞ് മത്തങ്ങാക്കുരു മാത്രം കഴിക്കുന്ന ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മത്തങ്ങാക്കുരു തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു ഔഷധമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള വീക്കം കുറയ്ക്കുവാൻ അത് സഹായിക്കും. എന്നാൽ വീക്കം വന്നതിന് ശേഷം മത്തങ്ങാക്കുരു മാത്രം കഴിച്ചതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല. ഡോക്ടറെ കണ്ട് സ്കാനിങ് നടത്തി അതിനുള്ള പരിശോധനകൾ നടത്തി അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സയിലേക്ക് വരികയാണ് വേണ്ടത്. ചികിത്സിക്കാതെ വെറും ഏതെങ്കിലും ഒരു ഇതിലെ പഴവർഗ്ഗങ്ങളോ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ചികിത്സ നല്ലതല്ല. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കണം. രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ ആഹാര പദാർത്ഥങ്ങളും മത്തങ്ങാക്കുരുവും ഒക്കെ കഴിക്കേണ്ടത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ വാട്സപ്പ് വഴിക്ക് മറുപടി നൽകുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക, ഞങ്ങൾ മറുപടി നൽകാം. അതുകൂടാതെ ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ, അതായത് ISRM ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കുവാൻ ഇതിലേക്ക് ISRM എന്ന് വാട്സപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഞങ്ങളതിനുള്ള ബുക്ക്ലെറ്റുകൾ, അത്തരം ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.